നമസ്കാരം. IPL 2026 വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ തന്നോടൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമെന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകൻ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഋതുരാജ് ഗെയ്ക്വാദ് സ്ഥിരീകരിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഓരോ വാർത്തയും ഇങ്ങനെ പുറത്തു വരുമ്പോഴും സഞ്ജുവിനെ കുറിച്ചുള്ള ചിന്തകൾ എല്ലാവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന സീസണിലെ CSKയുടെ ഓപ്പണിംഗ് ജോഡിയെക്കുറിച്ചുള്ള സ്റ്റാർ സ്പോർട്സ് അവതാരകൻ ചോദിച്ചപ്പോൾ ഋതുവും സഞ്ജുവും എന്ന ഗെയ്ക്വാദിന്റെ മറുപടി കഴിഞ്ഞ ദിവസം മുതൽ വൈറലാണ് എന്ന് തന്നെ പറയാം. എന്നാൽ സഞ്ജുവിന്റെ വരവോടെ ചെന്നൈ സൂപ്പർ കിങ്സ് അടിമുടി മാറുകയാണ്. കുറച്ച് വർഷങ്ങളായി കളിച്ചു വന്നൊരു രീതിയുണ്ട്. ആ രീതി ആയിരിക്കില്ല ചെന്നൈ മുന്നോട്ട് വയ്ക്കുന്ന രീതി. സഞ്ജു വന്നതോടെ തന്നെ ടീമിൽ മുഴുവൻ അഴിച്ചുപണികളാണ് നടക്കുന്നത്. സഞ്ജുവിന് ഇഷ്ടമുള്ള പൊസിഷൻ കൊടുക്കും, സഞ്ജുവിന് ഇഷ്ടത്തോടെ കളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കും. എല്ലാം പക്ഷേ ഋതുരാജിന്റെ കയ്യിൽ ഒതുങ്ങും. ധോണി പറയുന്നതനുസരിച്ച് ഇത് നീക്കും. ഇങ്ങനെ തന്നെയാണ് ചെന്നൈയുടെ ഒരു രീതി. ഇതായിരിക്കാം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിന്റെ അടിമുടിയുള്ള മാറ്റം എല്ലാവരെയും പോലെ തന്നെ നമുക്കും വളരെയധികം അറിയേണ്ട ഒരു കാര്യമുണ്ട്. സഞ്ജുവും ഋതുരാജും ഓപ്പൺ ചെയ്യുന്നതോടെ യുവതാരം ആയുഷ് മാത്രേ 3-ാം നമ്പറിൽ ബാറ്റിംഗിൽ ഇറങ്ങും. അതും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഈ ഒരു താരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. രവീന്ദ്ര ജഡേജയും സാം കറേനെയും പിന്നീട് ട്രേഡ് ചെയ്തുകൊണ്ടുവന്ന രാജസ്ഥാൻ റോയൽസ് മുൻ ക്യാപ്റ്റൻ സഞ്ജുവിനെ CSKക്ക് സ്വന്തമാക്കുകയും ചെയ്തു. സഞ്ജുവിനെ വാങ്ങിയതോടെ ഒരുപാട് മാറ്റങ്ങൾ ഇവരുടെ ടീമിൽ സംഭവിച്ചു. MS ധോണിയുടെ IPL ഭാവി അനിശ്ചിതത്തിലായ സാഹചര്യത്തിൽ സഞ്ജുവിന്റെ വരവ് ചെന്നൈ ക്യാമ്പിന് വലിയ ആശ്വാസമാണ് എന്നുകൂടി നമ്മൾ പറയണം. സഞ്ജു ഓപ്പണർ ആകുന്നത് ഉചിതമായ തീരുമാനമാകാനുള്ള 3 കാരണങ്ങൾ ഒരുപാടിൽ ഒന്ന് തന്നെയാണ്. അതിലൊന്ന് തന്നെയാണ് സഞ്ജുവിന് ലോകകപ്പ് ഫോം മുതലെടുക്കുക എന്നുള്ളത്. 2026 T20 ലോകകപ്പിൽ ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു വെറും 5 ഇന്നിംഗ്സുകളിൽ നിന്ന് 199.37 സ്ട്രൈക്ക് റേറ്റിൽ 321 റൺസാണ് അടിച്ചുകൂട്ടിയത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 റൺസും നോട്ട് ഔട്ടായി നേടി. ഇംഗ്ലണ്ടിനെതിരായ സെമിയിൽ 89, ന്യൂസിലൻഡിനെതിരായ ഫൈനലിൽ 89 എന്നിങ്ങനെ തുടർച്ചയായ 3 അർദ്ധ സെഞ്ചുറികളാണ് താരം നേടിയത്. ടൂർണമെന്റിലെ താരവും സഞ്ജു തന്നെയായിരുന്നുവെന്ന് പറയാം. ഈ തകർപ്പൻ ഫോം CSKക്ക് തന്നെ വലിയ മുതൽക്കൂട്ടാകും എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. ഇനി രണ്ടാമത്തെ കാരണത്തെക്കുറിച്ച് പറയാം. പവർ പ്ലേയിലെ തളർച്ചയ്ക്ക് അറുതി വരുത്തി. 2025 സീസണിലെ പവർ പ്ലേ ഓവറുകളിൽ കുറഞ്ഞ റൺ റേറ്റ് ആയിരുന്നു CSK വലച്ചത്. സച്ചിൻ രവീന്ദ്ര, രാഹുൽ ത്രിപാഠി, ഡെവൻ കോൺവേ എന്നിവർ പരാജയപ്പെട്ടത് തിരിച്ചടിയായി. എന്നാൽ ഓപ്പണറായി 180-നടുത്ത് സ്ട്രൈക്ക് റേറ്റ് ഉള്ള സഞ്ജു എത്തുന്നതോടെ പവർ പ്ലേയിൽ അതിവേഗം റൺസ് കണ്ടെത്താൻ CSKക്ക് സാധിക്കുകയും ചെയ്യും. കഴിഞ്ഞ ലോകകപ്പിൽ ഇടം കയ്യന്മാരുടെ അതിപ്രസരം എതിർ ടീമിന് വിക്കറ്റ് വീഴ്ത്താൻ എളുപ്പമായപ്പോഴാണ് സഞ്ജു കളത്തിലിറങ്ങിയതെന്ന് പറയാം. പിന്നീട് മികച്ച പവർ പ്ലേ ഓവറുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ലോകകപ്പിന്റെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരവും സഞ്ജു തന്നെയാണ്. 24 സിക്സറുകളാണ് വെറും 5 മത്സരങ്ങളിൽ നിന്ന് ലോകകപ്പിൽ സഞ്ജു അടിച്ചെടുത്തത്. ഇത് CSKക്ക് തന്നെ തീർച്ചയായും ഗുണം ചെയ്യുകയും ചെയ്തു. 3 എന്ന് പറയുന്നത് ടോപ്പ് ഓർഡറിലെ സ്ഥിരതയും കരുത്തുമാണ്. കഴിഞ്ഞ സീസണിൽ ഓപ്പണിംഗിൽ സ്ഥിരതയില്ലാത്തതിനാൽ ഋതുരാജിന് പലപ്പോഴും 3-ാം നമ്പറിൽ ഇറങ്ങേണ്ടി വന്നിരുന്നു. സഞ്ജുവിന്റെ വരവോട് തന്നെ ഋതുരാജിന് തന്റെ പ്രിയപ്പെട്ട ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് മടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാരണം.